അപ്പോ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് അതായത് ഞങ്ങൾ ഇന്നലെ ഇൻസ്റ്റയിൽ ഒരു Q&A ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ ഒരു ഇതിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ആൻസറും കാര്യങ്ങളും കിട്ടുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കാണാം. എന്തുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാം. ഞങ്ങൾ വീഡിയോക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടി ചിങ്ങുനെ പിടിച്ചിരുത്തിയാണ്. ചിങ്ങുടെ അപ്പോൾ വേണമെങ്കിൽ ഇറങ്ങി ഓടാം എങ്ങനെയൊക്കെയല്ലോ ഗൈസ്. അപ്പോൾ ഓരോരോ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ഒരാൾ, അതായത് കുറെ പേരെന്നെ ഒരേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ? അതേപോലെ തന്നെ കുറെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാം കൂടി ഓരോന്നോരോന്നായിട്ട് വായിക്കുന്നില്ല, പെട്ടെന്ന് ഞങ്ങൾ പറഞ്ഞു പോട്ടെ, വെറുപ്പിക്കുന്നില്ല ഗൈസ്. അപ്പോൾ ചിങ്കുളിന്റെ അമ്മൻ്റെ കൊടുത്തു വിട്ടുട്ടാ, കാരണം ചിങ്കുളു അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും Q&A സ്റ്റാർട്ട് ചെയ്യലോ. അപ്പൊ എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത് സുഖമല്ലേ എന്ന്. കമന്റ് ആയിട്ടും മെസ്സേജ് ആയിട്ട് കയറുന്നത് എന്ന് സംഭവം വെച്ചാല് ഞങ്ങളിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗും കാര്യങ്ങളൊന്നുമില്ല, ഇപ്പൊ ഷോർട്സ് ആണ് കൂടുതൽ വരുന്നത്. അതും കണ്ടിന്യൂസ് ആയിരുന്നില്ല, ഇപ്പോഴാണ് കുറച്ചായിട്ട് വന്നത് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ പറയുമ്പോൾ ഞങ്ങൾ മാക്സിമം വീഡിയോസ് ഇടാൻ നോക്കും. അപ്പൊ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ മാക്സിമം അറിയും. ഇപ്പോന്ന് പറയുമ്പോ മാസങ്ങളോളം ഗ്യാപ്പ് എടുത്തിട്ട് ഓരോ വീഡിയോസ് എപ്പോഴെങ്കിലൊക്കെ ഒരിക്കലേ വരുള്ളൂ. അത് കാരണം ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞങ്ങള് മാക്സിമം ഞങ്ങൾ Q&A ആയിട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാനിൽ വന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എല്ലാരും സുഖമാണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് സുഖമാണ്, കുഴപ്പമൊന്നുമില്ലല്ലേ, അടിപൊളിയായിട്ട് പോകുന്നു. നിങ്ങൾക്ക് അതുപോലെ സുഖമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് വായിച്ചു. ശരി, ഓക്കെ. അപ്പൊ ഗൈസ്, ഇപ്പൊ നോർമൽ അറിയാലോ, ഇപ്പൊ വാച്ചിന് ഡെലിവറി കഴിഞ്ഞിട്ട് ഏകദേശം 1 year ഒക്കെ കഴിഞ്ഞു. അപ്പൊ എല്ലാവരും കൂടുതലും മെസ്സേജ് ആയിട്ട് കമന്റ് ആയിട്ട് വരുന്നത് എന്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും അറിയാലോ, നെക്സ്റ്റ് ബേബി പ്ലാൻ ഉണ്ടോ എന്നുള്ളത്. ഉണ്ടോ എന്താണ് ഇപ്പോഴൊന്നും ബേബി സെക്കൻഡ് ബേബി അല്ലേ, അതൊന്നും ഞങ്ങൾക്ക് ഇപ്പൊ ഒരു പ്ലാൻ ഇല്ല. അപ്ഡേറ്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ട് ഗൈസ്, ആവശ്യം നാണം വരും. അതായത് ഇപ്പോ ഞങ്ങൾ ഇപ്പൊ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ കൂടി ഞങ്ങളുടെ അടുത്ത് ആരും ഓടി വന്നിട്ട് ഞങ്ങളുടെ അടുത്ത്, അതായത് ദിയാസ് എല്ലാം ചോദിച്ചത് നേരെ പോലും ചിങ്ങുടിന്റെ അടുത്തേക്കാണ്. അതുപോലെ ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിലും ചിങ്ങുടൂര് കുറുമ്പുണ്ടോ, അതുപോലെ ചിങ്ങുടു നടക്കാനും കാര്യങ്ങളൊക്കെ എങ്ങനെ, അങ്ങനെയുള്ള ഒരു ബേസിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ചിങ്ങുടിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ചിങ്ങുടൂര് കുറുമ്പ് നല്ല ഉണ്ട്. ചിങ്ങുടിന്റെ കാര്യമാണ് അവരെന്ന് പറഞ്ഞത്. ചിങ്ങുടുവിന് നല്ല പറഞ്ഞാൽ നല്ല എന്താ പറയുക, കുറുമ്പ് വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമുക്ക് പിടിച്ചിരുത്താനൊന്നും പറ്റില്ല. ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ചെറുതായിരിക്കുമ്പോ ആൾ പറ്റും, പക്ഷെ ഇപ്പൊ നടക്കാൻ തുടങ്ങിയതുകൊണ്ട് ആള് കയ്യിൽ ഒന്നും ഇരിക്കില്ലല്ലോ. അതുപോലെ ചിങ്ങുടു എല്ലാവരുടെ ഓരോരുത്തരുടെ അടുത്ത് ഓരോരോ ക്യാരക്ടർ, എന്റെ വേറെ പോലെ, ബേബിന്റെ വേറെ പോലെ, അമ്മയുടെ അടുത്ത് വേറെ, അങ്ങനെ ഓരോരോ ആൾക്കാരുടെ അടുത്ത് ഓരോരോ ക്യാരക്ടറാണ്. അതൊക്കെ നമ്മള് കാണുമ്പോ തന്നെയാണ് അതിന്റെ എന്താണെന്ന് മനസ്സിലാവും. നമ്മള് ഒരു ഡെയിലി വ്ളോഗ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോണതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യത്യാസങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാവില്ല. പിന്നെ അതുപോലെ തന്നെ ചിങ്ങുവിന് പൊസസീവ് ഉണ്ടാവും. ചിങ്ങുവിന് പൊസസീവ് നല്ലുണ്ട്, ആവശ്യം പോലെ തന്നെയാണ് ചിങ്ങു. ഞാനില്ലേ എന്താണ് ഇപ്പൊ ലിസയൊക്കെ ഉണ്ടല്ലോ, അവരുടെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും ഇതാണെങ്കിൽ അതൊക്കെ ചിങ്ങുട് കണ്ടു കഴിഞ്ഞാല് ചിങ്ങുടിനെ പറ്റില്ലല്ലോ. ആൾക്ക് ചിങ്ങുടുവിന് സ്നേഹം നല്ല സ്നേഹം കാര്യങ്ങളൊക്കെ ഉണ്ട്. ആളിപ്പോ എന്ത് നമ്മുടെ അടുത്ത് കാണിക്കണെങ്കിലും നമുക്കിപ്പോ ഇപ്പൊ ഞാൻ വായിച്ചിട്ട് തല്ലുന്ന കാണിക്കും ഞങ്ങൾ. പിന്നെ അതുപോലെ ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ അറിയില്ല. ഇതിന്റെ ആ ഒരു സംഭവം. പിന്നെ അതുപോലെ ഒരുപാട് ദേഷ്യപ്പെടും അല്ലേ, എന്ത് പറഞ്ഞാലും നമ്മളങ്ങോട്ട് ദേഷ്യപ്പെട്ടു തിരിച്ചതുപോലെ ഇങ്ങോട്ട് ദേഷ്യപ്പെടും. നമ്മൾ ദേഷ്യപ്പെട്ടിന് ആൾ കരയൊന്നുമില്ല. പിന്നെ മാക്സിമം ഞങ്ങൾ അങ്ങനെ കരയിപ്പിക്കാനൊന്നും നോക്കില്ല. അഥവാ കരയേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ അധികം. അതായത് ഞങ്ങൾ ദേഷ്യപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. ചിങ്ങോട് ദേഷ്യപ്പെടുമ്പോ എന്തായിരിക്കും രീതിയിൽ ചിലപ്പോ നമ്മളടുത്ത് കൊണ്ട് വരും, പിന്നെ അത് അങ്ങനെ പോകില്ല. അപ്പൊ അങ്ങനെയാണ്. ഓരോരോ സ്റ്റേജ് കഴിയുമ്പോ അവർക്ക് ഓരോരോ മാറ്റങ്ങളാണ്. ഇപ്പൊ നടക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് കൊണ്ട് ബർത്ത്ഡേക്ക് മുമ്പേ ആള് നടക്കാൻ തുടങ്ങിയിട്ടല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ കുറച്ച് സ്പീഡാണ്. അപ്പൊ എല്ലാം കൊണ്ടും ആള്
വികൃതി എല്ലാം ഉണ്ട് guys. പിന്നെ ചിങ്കിടുവിന് ബേസ് ചെയ്തിട്ട് ഇപ്പൊ ഞങ്ങള് മാക്സിമം ആദ്യം പറയുമ്പോൾ ഫുൾ ടൈം പുറത്താണ്. എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ഞങ്ങൾക്ക് പുറത്തു പോകേണ്ട അവസ്ഥ വരും. അപ്പൊ മാക്സിമം അവളെ വിടാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു അത് നമുക്കില്ലേ ഞങ്ങൾക്ക് തന്നെ പണിയാവുമെന്ന് വെച്ചിട്ട് പിന്നെ അവൾ അങ്ങനെ വിട്ട് അങ്ങനെ ശീലിപ്പിച്ചത് കൊണ്ടാണ് അവൾ നടക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അതെ. അപ്പൊ നെക്സ്റ്റ് ചിങ്കിടുവിന് എന്താണ് പേര്, അതായത് അങ്ങനെ പേരിടാൻ എന്താണ് റീസൺ? ചിങ്കിടു എന്നുള്ള പേര് ഇടാനുള്ള റീസൺ എന്താണെന്നുള്ളത് അത് ബേബി തന്നെ പറയാം. അതായത് ഞങ്ങൾ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ അത് കാണാത്ത ആരെങ്കിലും ആയിരിക്കും, എല്ലാവരും കാണണമെന്നില്ലല്ലോ. അപ്പൊ ചിങ്കിടു എന്ന് പേരിടെന്ന് വെച്ചാല്, അതായത് ചിങ്കിടു വയറിലുള്ള സമയത്ത് തന്നെ എങ്ങനെയൊക്കെ നമ്മളിങ്ങനെ വയറിലിങ്ങനെ വരുന്ന കൊഞ്ചില്ല, അപ്പൊ അതുപോലെ കൊഞ്ചിന സമയത്ത് എനിക്ക് വായിൽ വന്നൊരു പേരാണ് ചിങ്കിടുല്ലേ. പൊതുവെ എല്ലാവരും പൊതുവെ ഫാദേഴ്സ് ആണ് കൂടുതൽ സംസാരിക്കുമ്പോ ഇങ്ങനെ അവരിങ്ങനെ തട്ടുമല്ലോ. അപ്പൊ ആ ഒരു ബേസിൽ ഇങ്ങനെ മൂപ്പര് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബേബിക്കിന് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നതാണ്. അതായത് ഞങ്ങള് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കോമൺ ആയിട്ട് ഇടാനുള്ള ഒരു പേരുള്ള ഒരു ബേസിലാണ് ബേബി. അതായത് അങ്ങനെ വിളിച്ചപ്പോ വായിച്ചിട്ട് അത് കുഴപ്പമില്ല, വായിച്ചു പറഞ്ഞപ്പോ നമുക്ക് അതന്നെ കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ഡെലിവറിക്ക് മുമ്പാണെന്നുണ്ടെങ്കിൽ രാവിലെ വെച്ച് ചിങ്കിടു എണീറ്റ്, അതായത് ചവിട്ടിയെന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്ത് വന്നു ചിങ്കിടു എന്ന് പേരിട്ടു. എങ്ങനെയോ വായിൽ വന്നതാണ്. പക്ഷെ ഫസ്റ്റ് ഒക്കെ ചിങ്കിടുവാ അങ്ങനെയൊക്കെ സത്യമാ എല്ലാവരും നമ്മള് വിചാരിച്ചതല്ല. അല്ല, ഞാൻ അതിന്റെ പറഞ്ഞു പുറത്തുള്ളവര് പക്ഷെ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. എന്താ വെച്ചാല് ഇപ്പൊ നമ്മള് വീഡിയോസ് കാണുന്നവര് തന്നെ കുറെ പേര് കുട്ടികൾക്ക് ചിങ്കിടു എന്ന് പേര് ഞങ്ങളുടെ അടുത്ത് പേഴ്സണൽ ആയിട്ട് വിളിച്ച് പറയില്ലേ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് പേര്. അത് മാത്രമല്ല എന്റെ ഒരു ഇതിൽ ഞാൻ പറയണത്, കാരണം എല്ലാ പാരന്റ്സിനും അവർക്ക് ഇഷ്ടപ്പെട്ട പേരുകൾ അവരെന്തായാലും വിളിക്കും. ചിലപ്പോ ചിങ്കിടു, മക്കു, കുക്കു അങ്ങനെയുള്ള കുറെ പേര്. അത് അവർക്ക് അതൊരു ഹാപ്പിനെസ് ആണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല ആ പേരിടുന്നത്, നമുക്കൊരു വിളിക്കാനുള്ള ഒരു സുഖമുള്ള ഒരു പേര് തന്നെയാണ്. പിന്നെ കുറെ പേര് പറയേണ്ട അവര് സ്കൂളിൽ പോണ സമയത്ത് കളിയാക്കിയിട്ട് അവനെ തന്നെ ഇതാക്കും അതാക്കുന്നൊക്കെ. അതങ്ങനെ ഇപ്പൊ എന്ത് പേരാണെങ്കിലും അതിനെന്തായാലും ഒരു കളിയാക്കൽ ഒരു വീട് വരും അല്ലോ, അതൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ ചിങ്കിടു പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണ പോലെ അവനെ ഡള്ളാക്കാതെ മെയിൻറ്റെയിൻ ചെയ്ത് അത് ഓക്കെ ആയിട്ട് പോകും. നെക്സ്റ്റ് വന്നിട്ട് ചിങ്കിടുവിന് ആരെയാണ് കൂടുതൽ ഇഷ്ടം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവള് ഞങ്ങളുടെ അടുത്ത് എല്ലാവരും അവർക്ക് വേണ്ട ഒരു സ്ഥാനം കൊടുത്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എല്ലാവരും ഇഷ്ടമാണ്. അമ്മയ്ക്ക് അമ്മ, ഡാഡിക്ക് ഡാഡ, അതുപോലെ അമ്മയ്ക്ക് അമ്മ, അമ്മൂമ്മയ്ക്ക് അമ്മൂമ്മ, അല്ലെ അപ്പൂപ്പയ്ക്ക് അപ്പൂപ്പ, അങ്ങനെയുള്ള ഒരു ബേസ് ആണ്. ആരും സാഡ് ആക്കില്ല. പക്ഷെ എന്നാലും എങ്ങനെയൊക്കെയാണെങ്കിലും ഭാവിച്ചില്ലാണ്ടിരിക്കില്ല. പൊതുവെ അങ്ങനെയാണല്ലോ, ഒരു സ്റ്റേജിൽ ഏകദേശം അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു ടൈം വരെ അമ്മമാര് എന്നുള്ളൊരു ബേസ്. ചിലർക്ക് കിട്ടല്ല, എനിക്ക് എല്ലാവരുടെയും കാര്യം അറിയില്ല, നമ്മൾക്ക് നമ്മുടെ കാര്യം. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ചിങ്കിടു വന്നതിന് ശേഷമുള്ള ഞങ്ങളുടെ ലൈഫിൽ വന്ന മാറ്റങ്ങൾ അല്ലേ? അതായത് പറയാൻ കുറേ ഉണ്ട്. ഞാൻ പറഞ്ഞോളാം. ചിങ്കിടു ലൈഫിൽ വന്നതിന് ശേഷം മെയിൻ മാറ്റം എന്താ നമുക്ക്? മാറ്റങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞില്ല, കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി, കുറെ ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റി ഇല്ലേ? അതൊക്കെ മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് എല്ലാം പറയാന്നുണ്ടെങ്കിൽ ഒരു കഥയായിട്ട് പോകും. പക്ഷെ നമ്മളെല്ലാം പറയില്ല, ഇങ്ങനെ പറയാം. അതായത് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, ഞങ്ങൾ ഇതിലൂടെ പറയേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പറയും, അത് അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും പറയാം, കുറെ സംഭവങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി ചിങ്കിടു വന്നതിന് ശേഷം അല്ലേ? അതെ, അത് മെയിൻ ഒരു സംഭവമാണ് ഗൈസ്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഒരു ചോദ്യം ഗൈസ്, അത് ഇടയിൽ കൂടി ചോദിച്ചു പോകണ്ട. അതായത് ചേച്ചി പ്രൊമോഷൻ ഡ്രസ്സൊക്കെ എന്താ ചെയ്യാറ് എന്താണ് ആർക്കെങ്കിലും, അതായത് ഇതിനിടയിൽ കൂടെ ഒന്ന് ചോദിച്ചാണ് പ്രൊമോഷൻ ചെയ്യുന്ന ഡ്രസ്സൊക്കെ എന്താ ചെയ്യാറെന്നുള്ളത്. മാക്സിമം ഇപ്പൊ ഡ്രസ്സ് പ്രൊമോഷൻസ് കാര്യങ്ങളൊന്നും അങ്ങനെ ഞങ്ങൾ എടുക്കാറില്ല അല്ലേ? അതായത് ഞങ്ങൾ എടുത്തു കുറേ ഡ്രസ്സുകൾ പ്രഗ്നൻസിക്ക് മുന്നേ, കുറേ ഡ്രസ്സുകൾ പ്രഗ്നൻസി കഴിഞ്ഞിട്ടാണെങ്കിൽ കുറേ ഡ്രസ്സുകൾ എനിക്കുണ്ടായിരുന്നു. സംഭവം അലമാരയിലേക്കുള്ള ഗ്യാപ്പ് പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മാക്സിമം എല്ലാവർക്കും കൊടുത്ത് ഒഴിവാക്കി. ലാസ്റ്റ് എനിക്കിടാൻ കുറഞ്ഞു. പിന്നെയും ഡെലിവറി ചെയ്യുന്ന സമയത്താണ് ഫീഡ് ചെയ്യാൻ കുറച്ച് ഈസി ആയിട്ട് മെറ്റേണിറ്റി വിയറാണ് കൂടുതലായിട്ട് ചൂസ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂ ഇട്ട് വായിച്ചിട്ട് അത് മറ്റേന്ന് വേണമെന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങൾ മറ്റേ കളഞ്ഞൊന്നുമില്ല, ഓരോരുത്തർക്ക് കൊടുത്തല്ലോ അവൻ. പിന്നെ അതുപോലെ തന്നെ ചിങ്കിടുവിന്റെ കുറെ ഡ്രസ്സുകളുണ്ട് ഞങ്ങൾ യൂസ് ചെയ്യാത്ത, ചിങ്കിടുവിന് എടുത്തിട്ട് പെട്ടെന്ന് വലുതായിട്ട് ആൾക്ക് ഇടാൻ പറ്റാത്ത ഡ്രസ്സുകളൊക്കെ കുറെ ഉണ്ട്, ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വേറൊരു വീഡിയോയിൽ ഞങ്ങൾ എന്താണ് വാട്സപ്പ് നമ്പർ എന്തെങ്കിലും കൊടുത്തിട്ട് ഞങ്ങൾ ഇടാം. അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാരണം
ഞങ്ങൾക്ക് അവൾക്ക് ഇട്ട് കൊടുക്കണമെന്നിട്ട് ആഗ്രഹിച്ചിട്ട് ഓരോ ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. കൊറേ ഉണ്ട് അല്ലേ? അതെ, കൊറേ ഡ്രസ് ഉണ്ട്. അപ്പൊ യൂസ്ഫുൾ ആണ്, ഒരു യൂസ്ഫുൾ ആവും. ഞങ്ങൾ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ചേച്ചി നല്ല മെലിഞ്ഞു, ഫുഡ് നേരെ കഴിക്കുന്നില്ല ചേച്ചി. പിന്നെ അതുപോലെ ചേച്ചിന്റെ കോലൊന്നും ഇങ്ങനെ ഈ തളകളെ പോലെ അങ്ങനെയൊക്കെ കൊറേ ഞാന് കണ്ടിട്ടുണ്ട്. അതുപോലെ കമന്റ് അല്ല ഈ സംഭവം Q&Aയിലും വന്നിട്ടുണ്ട്. എന്താ ചോദിച്ചാ നേരെ ഉറക്കൂല്ല. ഇപ്പൊ ഞാൻ ഒരു ഇത് കാണിച്ചു തരാട്ടാ, സിമ്പിൾ ആയിട്ട് ഒരു സംഭവം കാണിച്ചു തരാം. ഇതിപ്പോ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് 2:45 ഉച്ചയ്ക്കല്ല, പുലർച്ചെ 2:45 ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. ചിങ്കിടും ഉറക്കൂല്ല. ഈ സമയത്തൊക്കെ ഞങ്ങൾ തെളിഞ്ഞിരിക്കും. ഞങ്ങളുടെ മൂത്ത എത്രത്തോളം അറിയുന്നെന്ന് അറിയില്ല. ഞങ്ങൾക്ക് ശരീരമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഉറക്കമില്ലായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ശരീരം വേറെ ടൈപ്പ് ആയതുകൊണ്ട് എൻ്റെ അതിൽ പെട്ടെന്ന് ഫീൽ ചെയ്യില്ല. ഞാൻ കുറച്ച് നേരായ പോലെ തോന്നുള്ളൂ. പക്ഷെ വാവച്ചിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. വാവച്ചിനെ സംബന്ധിച്ചിട്ട് പക്ഷെ ഫസ്റ്റ് ടൈമിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ്. പ്രഗ്നൻസി സമയത്താണ് ഞാൻ കുറച്ച് തടി വെച്ചത്. പിന്നെ അതിന്ന് പഴയ ലെവലിലേക്ക് പോയപ്പോ എല്ലാവർക്കും വന്നു. പക്ഷെ എന്റെ ഒരു കോലം മാറിയിട്ടുണ്ട്. പ്രഗ്നൻസി ടൈമിൽ കുട്ടിയും കൂടി ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഫുഡിന്റെ ഇതൊക്കെ കുറച്ച് ആക്രമണങ്ങൾ കൂടുതലായിരിക്കും. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ ശേഷം കുറച്ചൊന്നും ഡൗൺ ആവും. ചിലവർക്ക് ഓരോരുത്തർക്ക് ഓരോ ടൈപ്പാണ്. വാവച്ചിനെ സംബന്ധിച്ചിട്ട് ഇപ്പൊ ഉറപ്പില്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ കുറെ പേര് പറയുന്നുണ്ട് ഉറക്കില്ലാത്തത് പാരന്റ്സും കൂടിയാണ് കാരണം. ഞങ്ങൾ ഒരിക്കലും പറയില്ല. കാരണം ഇവളെ രാവിലെ ഞങ്ങൾ മാക്സിമം എണിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. എണിപ്പിച്ചാലും കൂടെ അവളുടെ സമയത്തേ ഉറങ്ങുള്ളൂ. അങ്ങനെയുള്ളൊരു രീതിയാണ് അവളുടെ. അതിപ്പോ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മാത്രമാണ് അതിന്റെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അവര് പറയട്ടെ ഞാൻ ചേച്ചി വലിയ. അപ്പൊ ഞാൻ പറഞ്ഞത് നേരെ ഫുഡ് കഴിക്കുന്നില്ല, അതുപോലെ ടൈമിനുള്ള ഉറക്കം കറക്റ്റ് അല്ല ഇല്ലേ? എല്ലാം കൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലല്ല ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിട്ട്. ഞങ്ങൾക്ക് ബാക്കിയുള്ള ഞങ്ങൾക്ക് ഓക്കെയാണ്. ഈ ഉറക്കം അങ്ങനെയുള്ള സംഭവങ്ങൾ ഞങ്ങൾക്ക് സെറ്റ് ആയിട്ടില്ല. കാരണം ഞങ്ങൾ കുറെ ചേഞ്ച് ആക്കാൻ നോക്കി ചിങ്ങൂനെ കൊണ്ട്. പക്ഷെ കുട്ടിയല്ല, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊന്നും ആയിട്ടില്ല. പിന്നെ അതുപോലെ നമ്മൾ മെലിയുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു ഏജ് ഫീൽ ചെയ്യും. മെലിയുന്ന സമയത്ത് നമ്മുടെ ഇതൊക്കെ ഒന്ന് എല്ലാം ഒന്നും ഒരു ഇതായ പോലെ ഉണ്ടാവും. പിന്നെ അതുപോലെ എന്റെ ഈ സ്റ്റൈല് മുടിയൊക്കെ ചിങ്ങൂന്റെ ഡെലിവറി കഴിഞ്ഞ് ഇവിടെ ഫ്രണ്ടില് മൊത്തം മുടിയും മാക്സിമം കൊഴിഞ്ഞു പോയി. അതായത് എന്റെ ഡെയിലി എത്ര മുടി അത്ര ഇല്ലെങ്കിലും നമുക്ക് അറിയില്ലല്ലോ. അതായത് ആഫ്റ്റർ ഡെലിവറി തൊട്ടുള്ള വീഡിയോസ് വ്ളോഗുകൾ കണ്ടു അറിയാം. ഇവിടെ ഇങ്ങനെ നല്ല ഗ്യാപ്പ്. ഞാൻ ഇപ്പൊ പണിയെടുത്ത ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ഇപ്പൊ വളർന്നു വന്നാ, ഇതൊക്കെ ഫുള്ള് കൊഴിഞ്ഞു പോയിട്ട് ഇപ്പൊ വളർന്നു വന്നതാണ്. ഈ ഫ്രണ്ടിത്തെ മുടി മൊത്തം വളർന്നത് ഇതില്ലാത്തതിന്റെ അവസ്ഥകൾ ആലോചിച്ചു. അതാ അങ്ങനെ എല്ലാവർക്കും അല്ലേ, ചിലവർക്കും ഉണ്ടോ അങ്ങനെ അനുഭവം. പക്ഷെ എന്റെ ഒരു ഇതില് വന്നിട്ട് മൊത്തം കൊഴിയ എന്നിട്ട് ഞാൻ വിചാരിച്ചു അങ്ങനെയൊക്കെ വിചാരിച്ച് പാർലറിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വർക്കൗട്ട് ആയില്ല. ലാസ്റ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചു, മരുന്ന് പക്ഷെ അത് കറക്റ്റ് ആയിട്ടല്ല തേക്കുന്നത്. ഇപ്പൊ എന്താന്നറിയില്ല വന്നു, അത് കാരണം കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഇനിയും മുളയ്ക്കാനുണ്ട്. എനിക്ക് മെയിൻ ഒരു അടിയായി തോന്നിയത് ഹെയറിന്റെ മാത്രമാണ്. പക്ഷെ എനിക്ക് ഫസ്റ്റ് ഒക്കെ സങ്കടം ഉണ്ടായത് ബേബി പറഞ്ഞു കുഴപ്പമില്ല അല്ലേ. പിന്നെ എന്താണ് കുറെ ആയിട്ട് ചോദിക്കുന്നുണ്ട് ചിങ്കുവിന്റെ ഫുഡ് റൊട്ടീന് എന്താണ് വീഡിയോ ഇടുവോന്ന് വെച്ചിട്ടുണ്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ മാക്സിമം അതൊരു വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ ഞങ്ങൾ അങ്ങനെ കൊടുക്കും ഇങ്ങനെ കൊടുക്കും അത് ചെയ്യും ഇത് ചെയ്യുമ്പോട്ട് ഒന്നും മനസ്സിലാവില്ല. ഞങ്ങൾ എന്തായാലും വീഡിയോ ചെയ്യും. ഞങ്ങൾ ചെയ്യണം വിചാരിച്ചതായിരുന്നു ആ ടൈമിൽ, പക്ഷെ പറ്റിയില്ല അല്ലേ. പിന്നെ മെയിൻ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു മെയിൻ കൂടുതൽ ആൾക്കാരില്ലേ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഉമ്മ 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 ഉമ്മ. ഈ ഉമ്മയില്ലേ, അതായത് മദർ എന്താണ് അതായത് ഫവാസ് ഉമ്മ മോളെ കാണാൻ വന്നു, ഇല്ലെങ്കിൽ കണ്ടിരുന്ന കുഞ്ഞുമാവയെ. പിന്നെ അതുപോലെ തന്നെ എന്താണ് ബേബി അങ്ങോട്ട് പോവാറുണ്ടോ വിളിക്കാറുണ്ടോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ ഞാൻ പറയില്ല, അത് ബേബി. അതായത് ഞാൻ പറഞ്ഞുതരാം, ചിങ്കുട് ഏകദേശം ജനിച്ചതിന് ശേഷം ഞങ്ങൾ വായിച്ച ഡെലിവറി കോയമ്പത്തൂരായിരുന്നല്ലോ. അതിന് ശേഷം ഇവിടെ വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് അതുകൊണ്ട് ആ ഒരു റീസൺ കൊണ്ട് കോയമ്പത്തൂർ വരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. ഞങ്ങളിവിടെ വീട്ടിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഏകദേശം ചിങ്കുടിന് നെയിമിംഗ് സെറമണി ഒക്കെ കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ട് തോന്നുന്നു. 2 മാസം കഴിഞ്ഞിട്ട് എന്തോ ഉമ്മ വീട്ടിലേക്ക് കാണാൻ വന്നത്. ഇവിടെയല്ല ഞങ്ങൾ മുമ്പ് ഇരിക്കുന്നവിടെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം എപ്പോഴെങ്കിലും ആൾ എങ്ങനെയെങ്കിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ വരും, അങ്ങനെ രീതിയിൽ പോകും. ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ
ഇല്ല, കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വലിയ കോണ്ടാക്ട് ഞാനൊന്നുമില്ല. അപ്പൊ ഇത് എങ്ങനെ വായിന്ന് കേൾക്കണമെന്നുണ്ട് കുറെ പേര് ഇരിക്കുന്നുണ്ടാവൂലേ എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോ എന്താ പറയാ, ഫുള്ളായിട്ടുള്ള സംഭവങ്ങൾ പറയാന്നുണ്ടെങ്കിൽ കുറെ ഉണ്ട് ഗൈസ്. കാരണം നമ്മളിപ്പോ ചിരിച്ചിട്ട് പറയുന്നെങ്കിൽ നമുക്ക് അതിനും ബാക്കിൽ കുറെ സൈഡ് സ്റ്റോറികൾ ഉണ്ടാവും. നമ്മൾ അനുഭവിക്കുന്ന സംഭവങ്ങൾ നമുക്ക് മാത്രമാണ് വലുതേ തോന്നുള്ളൂ. ഈ പറയണ ചിലപ്പോ നിങ്ങൾക്കൊന്നും അത് ശരി പോട്ടെ, അത് ഉമ്മയല്ലേ അല്ലെങ്കിൽ അത് അവരല്ലേ ഇവരല്ലേ എന്ന് തോന്നുമായിരിക്കും. ഓരോരുത്തർക്ക് ഓരോരോ അനുഭവങ്ങളാണ് അല്ലേ? അതെ, സത്യം. അപ്പൊ ഇപ്പൊ കോണ്ടാക്ടും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ ഞാനായിട്ട് കാണാനും കാര്യങ്ങളൊക്കെ ഞാനായിട്ട് തന്നെ വിട്ടു. അങ്ങനെ തന്നെ പറയുന്നു. എന്നെ വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കത് അത്രയ്ക്ക് എന്താ പറയാ കംഫർട്ടായിട്ട് തോന്നിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാല് ഉള്ളിലൊന്ന് വെച്ചിട്ട് സംസാരിക്കാൻ തോന്നി. അപ്പൊ ഞാനായിട്ട് എന്നെ വിളിക്കണമെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു. എനിക്ക് ഓപ്പണായിട്ട് പറഞ്ഞില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തന്നെ പറഞ്ഞു ഗൈസ്. അപ്പോൾ ഇപ്പൊ വലിയ കോണ്ടാക്ട് ഒന്നും ഇല്ല. പിന്നെ കുട്ടീനെ കാണാനും ഞങ്ങളൊന്നും വരവൊന്നുമില്ല. മുമ്പ് ഉണ്ടായിരുന്നു, കണ്ടിന്യൂസ് അല്ലേ, ഡെക്ക് ഇങ്ങനെ വന്നു പോകും, അങ്ങനെയായിരുന്നു. ഡെക്ക് വന്നു പോകും, അത്രേ ഉള്ളൂ. അപ്പോ അത് കുറെ പേര് എന്താ പറയാ, യൂട്യൂബിലാണെങ്കിലും മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും ഈ മറ്റേ എന്താണ് Q&A ഇട്ടപ്പോഴും കൂടുതൽ വന്നൊരു ക്വസ്റ്റ്യൻ ഞങ്ങളാണ്. അപ്പൊ അത് പിന്നെ 2024 ഞങ്ങൾ പഠിച്ച പാഠം എന്താണെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 2024 ഞങ്ങൾ ഒരുപാട് പാഠങ്ങളും ആൾക്കാരും എല്ലാം മനസ്സിലാക്കാൻ പറ്റി. കുറെ സംഭവം ഞങ്ങൾക്ക് 2024 പഠിപ്പിച്ചു തന്നു. ചിങ്ങടു വന്നതിന് ശേഷം പഠിപ്പിച്ചു തന്നു അല്ലേ. ചിങ്ങടു മെയിനായിട്ട് വന്നത് വെച്ച് കഴിഞ്ഞാല് ചിങ്ങടു 2023 ചിങ്ങടു ജനിച്ചത്. പക്ഷെ ചിങ്ങടുവിന് കൂടുതൽ ഇപ്പോൾ നവംബറാണ് ചിങ്ങടുവിന്റെ മറ്റേ മന്ത് വരുന്നത് ജനിച്ചത്. അതിനുശേഷം കൂടുതൽ 2024 സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ചിങ്ങടു വന്നതിന് ശേഷം വന്നെങ്കിൽ നമുക്ക് ഒരുപാട് സംഭവം 2024 ചിങ്ങടു വഴിയും മനസ്സിലാക്കാൻ പറ്റി, അതല്ലാതെയും മനസ്സിലാക്കാൻ പറ്റിയില്ലേ. കുറെ പേരിന്റെ സ്വഭാവങ്ങൾ ഞങ്ങൾക്ക് എന്താ പറയാ പേഴ്സണലായിട്ട് മനസ്സിലാക്കി കിട്ടി. അവരെ കാണുന്നത് ചിലപ്പോ നല്ല രീതിയിലായി, പക്ഷെ ഉള്ളില് വെറും വിഷം. അതെ, അങ്ങനെ കുറെ സംഭവങ്ങൾ മനസ്സിലാക്കി കിട്ടി. പിന്നെ 2025 ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറെ പേര്. 2025 ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് കുറെ സംഭവങ്ങൾ ഉണ്ട് മനസ്സിൽ. അത് എല്ലാം അതുപോലെ പോകണമെന്നൊന്നുമില്ലല്ലോ. ഓരോ ടൈമിൽ ഓരോന്നോരോന്ന് നടന്നു പോകുമ്പോൾ അല്ലാണ്ട് ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പൊ ചെയ്യണം നാളെ ചെയ്യണം അങ്ങനെയുള്ളൊരു മൈൻഡ് ഇല്ല. നടക്കുമ്പോൾ നടക്കും. അതെ, പക്ഷെ ഞങ്ങൾ മാക്സിമം എല്ലാത്തിനും വേണ്ടിയിട്ട് എന്താണ് ട്രൈ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഓരോന്ന് എന്താ പറയുക, അത് നമ്മൾ വിചാരിക്കുന്ന പോലെ പോകണമെന്നൊന്നുമില്ലല്ലോ അല്ലേ. പിന്നെ മോസ്റ്റ് എന്താ പറയാ ചോദിച്ചൊരു സംഭവം, നിങ്ങളിങ്ങനെ വീട് മാറി നടക്കുന്നുണ്ടല്ലോ, നിങ്ങൾ സ്വന്തമായിട്ടൊരു വീട് എപ്പോഴാണ് എന്നുള്ളത് അല്ലേ. അപ്പോ എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹം തന്നെയാണ് സ്വന്തമായിട്ടൊരു വീട്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് ആരും ഇറങ്ങിപ്പോന്നും പറയില്ല അല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഞങ്ങൾ അതുപോലെ ആഗ്രഹിക്കുന്നുണ്ട്. അതെ, അപ്പോ അതെന്തായാലും വെയിറ്റ് ചെയ്യാം. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. ഓരോരോ സമയത്ത് ഓരോരോ നമുക്ക് നടക്കാം. ചിലപ്പോ ഇത് ചെയ്യാന്ന് വെക്കുന്ന സംഭവങ്ങൾ ചിലപ്പോ വേറെ എന്തെങ്കിലും പോകും അല്ലേ ബേബി. അങ്ങനെയുള്ളൊരു സംഭവമാണ്. അപ്പോ നടക്കുമ്പോ നടക്കട്ടെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്. എന്തായാലും ഓവർ ലൈറ്റ് ആവില്ല, പക്ഷെ ഒരുപാട് നിർത്തിയാവില്ല. അപ്പൊ അതെന്തായാലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോ എന്താ പറയുക, ഇതൊക്കെ ഞങ്ങൾക്ക് പറയുന്നില്ല, ഞങ്ങൾക്ക് നല്ല ഉള്ളിൽ ചിരിയും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതെന്താ സംഭവിച്ചാൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും. അതായത് എല്ലാവർക്കും അല്ല, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറെ മനസ്സിലാവില്ല. ഇന്റർകാസ്റ്റ് ഇന്റർ റിലീജിയൻ മാരേജ് ചെയ്തുകൊണ്ട് പല ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് പറഞ്ഞത് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കറിയില്ല കേട്ടോ ബാക്കിയുള്ളവരായിട്ട്. ഞങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പൊ വേറൊരു റിലീജിയനാണ്, ഞാൻ വേറൊരു. പക്ഷെ ഞങ്ങൾക്ക് എനിക്കൊന്നും ഒന്നും ഇതായിട്ട് മനുഷ്യനായിട്ട് കാണുമ്പോൾ ഒരു പ്രശ്നമില്ല. ഈ മതങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കാണുമ്പോഴാണ് പ്രശ്നം. അതായത് ചോദിച്ചിരിക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ഞാൻ മുസ്ലിമും വാച്ചി അല്ല, ഞാൻ മുസ്ലിം, കുട്ടീനെ മുസ്ലിം ആക്കിയില്ലേ, ചേച്ചിനെ എന്താ ആക്കാത്തത് എന്നുള്ള രീതിയിൽ. അത് ഞങ്ങള് വിചാരിച്ചത് ഇപ്പൊ ഇത്രയും വർഷമെങ്കിലും ആയില്ലേ, കുറെയൊക്കെ ചിന്തകൾ ആൾക്കാർക്ക് മാറി തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴും ഉണ്ട്, അതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. പക്ഷെ കുറെയൊക്കെ ചേഞ്ച് ഉണ്ട്. എന്നാലും കുറെ പേരുടെ ഉള്ളിലിരിപ്പൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് മതത്തിനോട് എന്താ പറയാ, ഞാൻ തന്നെയാണ്, ബേബി തന്നെയാണ്, ചിങ്കുടു തന്നെയാണ്. ചിങ്കുടുവിന്റെ എന്താണെന്നുള്ളത് ഞങ്ങൾ എന്തായാലും ഇപ്പൊ റിവീൽ ചെയ്യുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് പൊതുവെ
മതത്തിനോട് താല്പര്യമില്ല. അപ്പൊ ഞങ്ങൾ അതിന് ഇതാണെന്ന് പറയാനും ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല. പിന്നെ പാരന്റ്സ് പിന്നെ അങ്ങനെ ആക്കിയല്ലോ, അപ്പൊ പിന്നെ നമുക്ക് അതല്ലേ പറയാം. അതങ്ങനെ ഞങ്ങൾ പക്ഷെ അതിൽ വലിയായിട്ട് ഫോക്കസോ ഞങ്ങൾക്ക് അതിനോടൊന്നും താല്പര്യമില്ല. അതങ്ങനെ വിട്ടു നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അത്രയും സന്തോഷം തന്നെയാണ്. ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് അതില്ലാതെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഞങ്ങൾക്ക് ഒരിക്കലും ഉണ്ടായില്ല. അത് ഇനിയും ഉണ്ടാവില്ല. കാരണം അതൊക്കെ എന്താ പറയാ, നമുക്ക് പരസ്പരം തല്ലുണ്ടാക്കാനും കാര്യങ്ങൾക്ക് മാത്രം അത് പറ്റുള്ളൂ. വേറെ നമുക്ക് അതുകൊണ്ട് യാതൊരു യൂസും കാര്യങ്ങളൊന്നും അത്രേ ഉള്ളൂ, സത്യം. അപ്പൊ ഈ എന്താ പറയാ, ഇത് ഞങ്ങൾ മാക്സിമം എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും വിട്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ മതി. ഇനി ഒരുപാട് വലിച്ചു നീട്ടി പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ എന്തായാലും 2025 ഫസ്റ്റ് Q&A ആണ്. പിന്നെ വ്ളോഗിന്റെ എല്ലാവരും ചോദിക്കുന്നത്, ഞങ്ങൾക്ക് ആദ്യത്തെ പോലെ കണ്ടിന്യൂസ് വ്ളോഗ് എടുക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൈമൊക്കെയാണ് വരുന്നത്. പിന്നെ രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊന്നും കൂടെ ചോദിച്ചിട്ടുണ്ട്, എന്നെ നിങ്ങൾ ആദ്യത്തെ പോലെ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഒരു പഴയ പവർ കൊണ്ടുവരുന്നത് വീഡിയോ ആ ഒരു സംഭവം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതെന്താ പറയുക, ഇതൊക്കെ തന്നെ സംഭവം. അതായത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു വീഡിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ കോസ്റ്റ്യൂം മെയിൻ ആയിട്ട് എല്ലാവരും പറയണം. ഞങ്ങൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആണ് രണ്ടാളും ഇടുള്ളൂ. അത് ഞങ്ങളിപ്പോ കുറെ ആയിട്ടില്ല. ഞങ്ങളുടെ ഓൾഡ് വീഡിയോസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. മാക്സിമം ഞങ്ങള് സെയിം ആണ്, ഒരു മാറ്റം ഉണ്ടാവില്ല. സെയിം ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ്. അതുപോലെ ഒരു കോസ്റ്റ്യൂമിൽ ഞങ്ങൾ 8 വീഡിയോസ് 9 വീഡിയോസ് അങ്ങനെയൊക്കെ എടുത്തിട്ട് വന്ന ആൾക്കാരാണ്. ഇപ്പോഴാണ് ഞങ്ങൾ സത്യം പറഞ്ഞ കുറവ്. അപ്പോ എന്താ പറയാ, ആ ഒരു സമയത്ത് ഇട്ടു. ഇപ്പൊ ഞങ്ങൾക്ക് പറ്റുന്നില്ല. പറ്റുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതന്നെ മെയിൻ. ഇപ്പോ ചിങ്ങട് ഇപ്പൊ ചിലപ്പോ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങാം. ഞാനപ്പോൾ ചിലപ്പോൾ ഒരു 4 മണിയാകുമ്പോൾ ഉറങ്ങി തന്നെ വെച്ചു. ഞാൻ കുറച്ച് നേരത്തെ എണീക്കും. പക്ഷെ ചിങ്ങടും വായിച്ചും എണീക്കാൻ കുറച്ച് ലേറ്റ് ആവും. കാരണം അത് അവർ പിന്നെയും ലേറ്റ് ആയിട്ടല്ല ഉറങ്ങുന്നത്. പിന്നെ നേരത്തെ എണീപ്പിച്ച് കഴിഞ്ഞാൽ ചിങ്ങുവിനാണെന്നുണ്ടെങ്കിലും നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ കുറെ ട്രൈ ചെയ്താണ്, അതൊന്നും നടക്കണില്ല. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാൽ കൂടെ നമുക്ക് അതിനൊന്നും ടൈമും കാര്യങ്ങളും പറ്റണില്ലല്ലോ. അതൊക്കെ മറ്റേത് ഗൈസ് അങ്ങനെയൊന്നുമില്ല. ഞാൻ പൊതുവെ ഇത് പറഞ്ഞുതരാം. എനിക്ക് പൊതുവെ പണികൾ കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്. എന്തൊരു പണിയാണെന്ന് എനിക്ക് ഇഷ്ടം. ഇപ്പൊ പുറത്തിപ്പോ നമ്മള് എന്താ പറയാ, കൂലിപ്പണിയാണെങ്കിലും എന്തൊരു പണിയാണെങ്കിലും എനിക്ക് പണ്ട് മുതലേ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങള് വാടകയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങള് വാടക കൊടുത്തിരിക്കും. ഞങ്ങളുടെ വീടാണ്, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ഞങ്ങളുടെ ഒരു വീടാണ്. അപ്പോൾ ഇവിടെ എന്തുണ്ടെങ്കിലും ഇപ്പോൾ വാവച്ചിനെ സംബന്ധിച്ചിട്ട് വാവച്ച് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം വാവച്ചിക്ക് ശരീരമായിട്ട് കുറേ ബുദ്ധിമുട്ടുണ്ട്, ഫീൽ ചെയ്യേണ്ട ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വാവച്ചിക്ക് റെസ്റ്റ് എടുക്കുന്നത് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ ചെയ്യണോ? അപ്പൊ എനിക്കിപ്പോ അത് ചെയ്യണോണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും. പിന്നെ അത് നിങ്ങൾക്ക് ഇപ്പൊ നമുക്കൊരു 15 മിനിറ്റ് 20 മിനിറ്റ് ഒരു വ്ളോഗ് എന്ന് വെച്ചോ, അതിൽ നമ്മൾ ചിലപ്പോൾ രാത്രി ഉച്ചയ്ക്ക് രാവിലെ നടക്കുന്ന സംഭവിക്കും ഒരു വ്ളോഗായിട്ട് വരിക. അതിൽ കണ്ടിന്യൂസ് ഞാൻ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കില്ലല്ലോ. ഇടയിലിടയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാണ്ട് അത് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഓരോരോ സംഭവങ്ങൾ ചെയ്യുക. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് മെയിൻ സംഭവങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് വലുതായിട്ട് തോന്നുകയാണ്. അപ്പോൾ വാവച്ചി ചെയ്യായിരുന്നല്ലോ, വാവച്ചിയെ കൊണ്ട് പറ്റുന്നതൊക്കെ വാവച്ചിയും ചെയ്യും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ചിങ്കുവിനെ സംബന്ധിച്ചിട്ട് ചിങ്കുവിന് ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വാവച്ചിക്ക് ഇവിടെ വന്നിരുന്ന് പറഞ്ഞാൽ വാവച്ചിനെ ഇറക്കണം. അങ്ങനെയാണ് ചിങ്കുടുവിന് എന്താണ് വാവച്ചിന് എങ്ങനെയാലും വാവച്ചിന്, അതായത് ഒന്ന് ഒറ്റയ്ക്ക് ചെയ്യാൻ പോകാനും സമ്മതിക്കില്ല. ബാഗിൽ പോവും, മാക്സിമം എല്ലാവരും എന്താ ചെയ്യുക, കുട്ടിനെ കുറച്ച് കളിക്കാൻ വിട്ടിട്ട് അവർ പോയി വർക്ക് ചെയ്യും അല്ലെങ്കിൽ ഉറക്കാൻ വിട്ടിട്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല, മാക്സിമം ചിങ്കുവിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ പുറത്ത് ഒന്നും വേണ്ട, അപ്പൊ ലീസയ്ക്ക് ഒരു തീറ്റ കൊടുക്കുന്നത് പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഭാവശ്യത്ത് കുറെ പ്രാവശ്യം അവരെ നോക്ക് പറഞ്ഞിട്ടു. എന്താ വെച്ച് കഴിഞ്ഞാല് ഭാവശ്യത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കൊരു ടെൻഷൻ ആയതുകൊണ്ട് ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടു. കാരണം ചെറിയൊരു അശ്രദ്ധ. ഇപ്പൊ ഞങ്ങൾ ഈ ഇടയ്ക്കടക്കം ഒരു ഇത് കണ്ടു, ഒരു പിസ്തന്റെ തൊണ്ട് കുടുങ്ങിയിട്ട്, പറയാൻ നിസ്സാര കാര്യമാണ്, തൊണ്ട് കുടുങ്ങിയിട്ട് 1.5 വയസ്സാ 3 വയസ്സെന്തോ ഒരു കുട്ടി, ചെറിയ കുട്ടി, ആ കുട്ടി മരിച്ചു. നമ്മള് അല്ല ഒരു ഉദാഹരണം പറഞ്ഞത്, ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. എന്നാലും നമുക്ക് അതൊക്കെ ഓരോന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക പേടി. കാരണം ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇതായിട്ടുള്ള ഒരു ചിങ്ങുട് മാത്രമാണ്. ചിങ്ങുടിനെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങൾക്ക് ആ ഒരു നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യണമെന്നുള്ളൊരു ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ കൂടെ തന്നെ ഞങ്ങൾ മുന്നിൽ തന്നെ അങ്ങനെ കുറെ സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പെട്ടെന്ന് പിടിക്കും അല്ലേ. ഒരിക്കലും ഇത് മാത്രം പറഞ്ഞുതരാം, ഒരു റബ്ബർ ബാൻഡ് എങ്ങനെ വന്നതെന്ന് അറിയില്ല. കാരണം ഞങ്ങൾ മാക്സിമം ഇവിടെ എന്തെങ്കിലുമൊക്കെ താഴെ ഉണ്ടെങ്കിൽ എടുത്ത് വെക്കും. റബ്ബർ ബാൻഡ് എടുത്ത് വായിലിട്ടു. ആ വായിലിട്ടതും എന്താണ് വായിച്ച് ഇപ്പൊ എന്റെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ വരില്ല, കുട്ടീന് വായിലിട്ട് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്.
വാച്ച് പെട്ടെന്ന് വായിലിട്ടതും വാച്ചിന് വിരലിൽ കയറിയില്ലേ, അതില്ലേ ഏറ്റവും അറ്റത്ത് പോയി വിരലിൽ കയറിയതുകൊണ്ട് ആ റബ്ബർ ബാൻഡ് ഇങ്ങോട്ട് കിട്ടി. അപ്പൊ അങ്ങനെ കുറച്ച് ഇതുണ്ട്. അപ്പൊ അവന് നന്നായിട്ട് ചിങ്ങൂട് ശ്രദ്ധിക്കും. ചിങ്ങൂട് എങ്ങനെ വെച്ചാൽ ഇങ്ങനെ മെല്ലെ നമ്മൾ നടക്കേണ്ട നോക്കിയിട്ട് എടുത്ത് പറയുന്നുണ്ട്. എല്ലാവരും കെയർ ചെയ്യുക. കാരണം അവർക്ക് അറിയാനുള്ള ഒരു പ്രായമായി എന്ന് വെച്ചാൽ നമുക്ക് കുഴപ്പമില്ലല്ലോ, പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. പക്ഷെ ഈ ഒരു ടൈമിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. പിന്നെ അതാ ചിങ്ങൂടോട് ബഹളം തുടങ്ങി. അപ്പൊ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. ഇനി പറഞ്ഞിട്ട് പോയാൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഞങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ കുറെ കാര്യങ്ങൾ സംസാരിച്ചത്, അപ്പൊ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ എന്തായാലും ലാഗ് അടിക്കും. നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് ഇരുന്ന് കേൾക്കുമ്പോൾ വെറുപ്പടിക്കും. അപ്പൊ നമ്മൾ വേറെ എന്തെങ്കിലും വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ അങ്ങനെ ഓരോ സംഭവങ്ങൾ അങ്ങനെ ആഡ് ചെയ്ത് തരും. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അപ്പൊ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിൽ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഞങ്ങൾ അത് നോക്കിയിട്ട് അടുത്ത വീഡിയോയിൽ ഞങ്ങൾ പറയട്ടെ. അതെ, അപ്പൊ എന്തായാലും നമ്മുടെ ഈ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.